ായി സജിത മഠത്തിലിനെ സാദരം ക്ഷണിക്കുന്നു. ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, രണ്ട് കാര്യങ്ങൾ പറയാം. ചന്ദ്രേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മങ്കമ്മയും പാടമൊന്ന് വിരാമവും സൂസന്യും ഒക്കെയാണ്. ചന്ദ്രേട്ടൻ്റെ പടങ്ങളിൽ മമ്മൂക്കയുടെ അഭിനയം ഏതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊന്തമ്മാടയും ഡാനിയും ഒക്കെയാണ്. മമ്മൂക്കയുടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് അത് രണ്ടും. ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയാണ്. കാരണം ചന്ദ്രേട്ടനെ ഞാൻ എപ്പോഴും കഴിഞ്ഞ കുറേ കാലമായിട്ട് ചലച്ചിത്ര അക്കാദമിയിലൊക്കെ ആയിരിക്കുന്ന കാലത്ത് വഴക്കടിക്കുന്ന ചന്ദ്രേട്ടനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പല പല സംഭവങ്ങളിലും വഴക്കുകളിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ചന്ദ്രനെ എപ്പോൾ കാണുമ്പോഴും രേവതി ചേച്ചിയും കൂടി ഉണ്ടാവും. ഒരു യൂണിറ്റ് പോലെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നുണ്ടാവുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിക്കായിരുന്നു, ഇപ്പം നമ്മൾ ലൈഫിലൊക്കെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെടുത്ത് വന്നിട്ട് അതെന്തായി ശരിയായോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ഞാൻ ആ കാലത്തിന് ശേഷം എപ്പോൾ എന്നെ കണ്ടാലും ചന്ദ്രേട്ടൻ ചേച്ചി കൂടി ചോദിക്കും, എന്താ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അത് സിനിമാ ലോകത്ത് വളരെ കുറവാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചന്ദ്രേട്ടൻ ആസ് എ ഹ്യൂമൻ ബീയിങ് കാണിക്കുന്ന സൗഹൃദവും ഇഷ്ടവും ഒക്കെയാണ് ഒരു ഡയറക്ടർ എന്ന പോലെ തന്നെ എന്നെ ചന്ദ്രേട്ടനിലേക്കും രേവതി ചേച്ചിയിലേക്കും അടുപ്പിച്ചിട്ടുള്ളത്. ഞാൻ രേവതി ചേച്ചിയോട് ചോദിക്കുകയാണ്, എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? അപ്പം എനിക്ക് തോന്നുന്നു പേര് വെച്ചിട്ട് ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ കുറേ പടങ്ങൾക്ക് എൻ്റെ ഫിനാൻഷ്യൽ അറേഞ്ച് ചെയ്യുകയും കുറേ പണികളെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരർത്ഥത്തിൽ കഴിഞ്ഞ കുറേ പടങ്ങളിൽ ചന്ദ്രേട്ടനോടൊപ്പമുള്ള ഒരാൾ തന്നെയാണ്. അത് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അതിൻ്റെ ഒരു ബാക്ക് ബോണായി നിൽക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ കൂടെയുള്ള ഒരാൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം ചെറുതല്ല, അത് നൽകുന്ന ധൈര്യം ചെറുതല്ല. അവർക്ക് രണ്ടുപേർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനിയും ചന്ദ്രേട്ടൻ പടങ്ങൾ എടുക്കണം. ഒരു പടത്തിലെ ഞാൻ മോഹവലയ എന്നുള്ള പടത്തിലാണ് ചന്ദ്രേട്ടനോട് നോക്കിയുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും ചന്ദ്രേട്ടൻ പടം എടുക്കണം, അതിലൊക്കെ അഭിനയിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി. താങ്ക് യു.